മക്കൾ ഉപകാരം ചെയ്യാതെ പോകുന്നതിന് രണ്ട് കാരണമുള്ളതെന്നാണ്. ഒന്ന് തവക്കുൽ നഷ്ടപ്പെടുന്നതാണ്, രണ്ടാമത്തേത് മക്കളോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നതാണ്. അവനാൻ്റെ കുട്ടികളോട് നല്ല ഇഷ്ടമുണ്ടായാൽ എട പൊട്ടാന്നാ വിളിച്ച, ബഹുമാനം പോയി. ബഹുമാനം നഷ്ടപ്പെട്ട സാധനം ഉപകാരം ചെയ്യൂല. ഇൽമിനോട് ബഹുമാനം ഇല്ലെങ്കിൽ ഇൽമ ഉപകാരം ചെയ്യൂല. ഇൽമിൻ്റെ ആസാറുകളോട് ബഹുമാനമില്ലെങ്കിൽ വമൻ യുഅദ്ദിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഷിആറുകളോട് ബഹുമാനം ഉണ്ടായിരിക്കണം, അടയാളങ്ങളോട് ബഹുമാനം ഉണ്ടായിരിക്കണം. അപ്പോൾ മൻഹൽ തലക്ക് വെച്ചാണ്ട് കടന്നുറങ്ങരുത് എന്നർത്ഥം. അത് ഡിക്ഷണറി അല്ലേ എന്ന് പറയും ചിലപ്പോൾ. ഡിക്ഷണറി ആയാലും അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കണ്ടേ. അത് തലക്ക് വെക്കാനുള്ള സാധനമല്ല, തലേണ വെക്കുക, അല്ലെങ്കിൽ ഇഷ്ടിക വെച്ചാൽ, എന്നാലും മൻഹൽ വെക്കാൻ പറ്റൂല. പേന താഴെ ചാടിയാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വലത്തെ കൈകൊണ്ട് വേഗത്തിൽ എടുക്കണമെന്ന് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. കാരണം ഖുർആൻ പരിചയപ്പെടുത്തിയ ഇൽമിൻ്റെ ആദ്യത്തെ വഴി പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. പേനയെ ബഹുമാനിക്കണം. പേനയിൽ ബറക്കത്തുണ്ട്, മഷിയിൽ ബറക്കത്തുണ്ടെന്നാണ്. പോക്കറ്റിലൊരു പേന മുത്തഅല്ലിമീങ്ങൾക്ക് വേണം, അതൊക്കെ നല്ലതാണ്. ഒരു കടലാസ് എഴുതാത്തത് വേണം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അപ്പം എഴുതിയെടുക്കണം. എഴുതിയെടുത്താൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ ഓടിപ്പോവും. അതുകൊണ്ടൊരു പേനയൊക്കെ എന്നെ പോക്കറ്റിൽ വേണം. ഒരു ചെറിയ കടലാസും കഷ്ണമൊക്കെ എപ്പോഴും പോക്കറ്റിൽ വേണം. മൊബൈലിൽ എഴുതാന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അത് 2ാം നമ്പറാണ്, 1ാം നമ്പറല്ല. 1ാം നമ്പർ പേനയും കടലാസും എടുത്തിട്ട് കടലാസിൽ പേന കൊണ്ട് എഴുതൽ തന്നെയാകുന്നു. അപ്പോൾ ഇൽമിൻ്റെ എല്ലാ വഴികളെയും ഇൽമിൻ്റെ ആസാറുകളെയും, പള്ളിയെ ബഹുമാനിക്കണം, കിതാബിനെ ബഹുമാനിക്കണം, കിതാബിൻ്റെ നേരെ കാല് നീട്ടരുത്, കിതാബ് ഉയരത്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാ ആസാറുകളെയും, ഉസ്താദിനെ ബഹുമാനിക്കണം. ഉസ്താദിനെ ബഹുമാനിക്കാത്തവർക്ക് 4 വിപത്തുകൾ വരുമെന്നാണ്. ഒന്ന്, ഒജീനം തടയപ്പെടും. രണ്ടാമത്തേത്, പഠിച്ച ഇൽമു ഉപകാരമില്ലാതെ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയം 10:30, 11 അല്ല. നോട്ടീസ് ഇപ്പോഴാണ് നോക്കിയത്, ഇതിലുണ്ട്. ഇൻഷാ അല്ലാഹ് 10:30 ഞാൻ നിർത്തും. എന്നിട്ട് നമുക്ക് ഖത്മുൽ ഖുർആനുണ്ട്, ഉസ്താദന്മാരും സയ്യിദന്മാരൊക്കെ വരാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വിജയിപ്പിച്ച് തരട്ടെ, ആമീൻ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇൽമിൻ്റെ ആസാറുകൾ, ഇൽമിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കുക എന്നതാണ്. ഇൽമിൻ്റെ അടയാളങ്ങൾ. മൂന്നാമത്തെ കാര്യം ഉലമാഇൻ്റെ സിയ്യ്, ഉലമാഇൻ്റെ വേഷം സ്വീകരിക്കണം. അത് ഓരോരുത്തരോടും യോജിച്ചതനുസരിച്ചാണ്. ഇല്ലെങ്കിൽ ഒരാൾ അവനാൻ്റെ രൂപത്തിൽ നടന്നില്ലെങ്കിൽ അതിനെ അബ്നോർമാലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. അബ്നോർമാലിറ്റി പറഞ്ഞാൽ നോർമലല്ല എന്നർത്ഥം. ഓരോ ആളുകൾക്കും കണക്കാക്കപ്പെട്ട ഒരു വേഷമുണ്ട്, ആ വേഷത്തിനനുസരിച്ച് നടക്കണം എന്നുള്ള. അപ്പം ഞാൻ നല്ലൊരു ജീൻസ് പാൻറ്റും നല്ല ടൈറ്റുള്ള ലാമിനേഷനൊക്കെ ചെയ്ത ഒരു പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ കൂടി ഇട്ടുങ്ങാണ്ട് മലപ്പുറം അങ്ങാടി കൂടി ഇങ്ങനെ നടന്നാൽ സംഗതി ദീനെന്ന് പുറത്തു പോവില്ല, അല്ലെങ്കിൽ നിൽക്കാനും സഹി ആവാതിരിക്കൂല. പക്ഷെ അടുത്ത വെള്ളിയാഴ്ച ഖുതുബ തന്നെ പറ്റൂല. അതെന്താ വെച്ചാൽ അതൊരു കോലക്കടാണ്. അതന്നെ. അപ്പം മനുഷ്യന്മാരുടെ ഇടയിൽ അയിബാകണ കോലക്കടാകണ വേഷമൊന്നും കെട്ടാൻ പാടില്ല. ഓരോരുത്തരോട് യോജിക്കുന്ന ഓരോന്നുണ്ട്. മുത്തഅല്ലിമിനോട് യോജിച്ച വേഷം മുത്തഅല്ലിമ്, ആലിമിനോട് യോജിച്ച വേഷം ആലിമ്, ഖാദിയരോട് യോജിച്ച വേഷം ഖാദിയർ, സയ്യിദന്മാരോട് യോജിച്ച വേഷം സയ്യിദന്മാർ. ഓരോ ആളുകൾക്കും യോജിച്ച വേഷങ്ങളുണ്ട്. ആ വേഷം പുരുഷനോട് യോജിച്ച വേഷം പുരുഷനും,
സ്ത്രീകളോട് യോജിച്ച വേഷം സ്ത്രീകളും, അങ്ങനെയുള്ള ഓരോ മനുഷ്യന്മാരോടും യോജിക്കുന്ന വേഷമാണ് അവരവർ ധരിക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ വേഷം കണ്ടാൽ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇതിനാണ് ഉലമാഇൻ്റെ സിയ്യ് സ്വീകരിക്കുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഫരീദുസ്ഥാൻ്റെ ശിഷ്യന്മാരും ഒക്കെ നല്ല തലകെട്ടുള്ളവരാണ് എന്നുള്ളത് എന്തുകൊണ്ടും സന്തോഷമാണ്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനൊരു വലിയ പൗറുണ്ട്, അതിനൊരു വലിയ പത്രാസുണ്ട്, അത് വലിയൊരു അംഗീകാരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ പൂർവികന്മാരായ ആളുകളുടെയൊക്കെ താരീഖുകൾ, അവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനൊരുപാട് തെളിവുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കെട്ടണ് കണ്ടാൽ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് കുരുത്തക്കേട് പറയാൻ തോന്നൂല. അത് ശരിക്കും ആ കെട്ടിൻ്റെ തലകെട്ടിൻ്റെ ഒരു പൗറാണ്. അത് ഓരോ മനുഷ്യനെയും വേർതിരിക്കുന്നത് അവൻ്റെ തലപ്പാവാണ്. അതുകൊണ്ട് കിരീടം കിട്ടിയിട്ട് പിന്നെ വേണ്ടാന്ന് വെക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശരിയല്ല. അതുകൊണ്ട് കിട്ടിയ കിരീടം നമ്മൾ ധരിച്ചുങ്ങാണ്ട് ഉഷാറായിട്ട് നടക്കണം. ഉലമാഇൻ്റെ സിയ്യിനെ സ്വീകരിക്കണം, ഉലമാഇൻ്റെ വേഷം സ്വീകരിക്കണം. തല തുറന്നിട്ട് നടക്കരുത്. പെരയിലാണെങ്കിലും ഒരു ചെറിയ തൊപ്പിക്കഷ്ണെങ്കിലും തലമിട്ടാൽ നല്ലതാണ്. കെട്ടിൻ്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിലെന്ന് ബിഗിയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ 3, അത് 3 സൈസിൽ ഉള്ളതായി പറയുന്നു. നമുക്കുള്ള വേഷവിധാനമിൽ നബിയല്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ. യാ ഹയ്യു മുസ്ലിം വേഷമിൽ സംതൃപ്തിത, അനുകരണവും അതിനോടു തന്നൊപ്പിച്ചുതാ. അതുകൊണ്ട് പെരയിലാണെങ്കിലും ബർദക്കാണെങ്കിലും നല്ലൊരു തൊപ്പി, ചെറിയൊരു തൊപ്പിയൊക്കെ ധരിച്ചിട്ട് എപ്പോഴും നമ്മൾ അസ്ഹരി തങ്ങൾ വാപ്പ അതിൻ്റെ വലിയൊരു മാതൃകയായിരുന്നു. അസ്ഹരി തങ്ങൾ വാപ്പാൻ്റെ മഹലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അള്ളാഹു സ്വർഗത്തിൽ അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. രോഗത്തിൽ കിടക്കുന്ന സമയത്തും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഇസ്തിരിട്ട തുണിങ്ങുപ്പായൊക്കെ മാറ്റി ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് തലയെ കെട്ടി തോളിലൊരു മുണ്ടൊക്കെ എടുത്തിട്ട് വടിയും കൊത്തിയിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് കസാലയിൽ അങ്ങനെ ഇരിക്കും. എവിടേക്കും പോകാൻ വയ്യ, മൂപ്പരോട്ട് പോകില്ല. എന്നാലും ആ രാവിലെ നേരം വെളുത്ത് നീച്ചാൽ പകല് കിടക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ കിടക്കുക. മൂപ്പര് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ ചെന്നാലും നല്ല തുണിങ്ങുപ്പായൊക്കെ എടുത്ത് കോട്ടൊക്കെ ഇട്ടിട്ട് തലയിൽ കെട്ടിയിട്ടാണ് ബെഡ്റൂമിൽ കിടക്കുക. അപ്പോൾ എപ്പോഴും നമ്മളോട് യോജിക്കുന്ന ഒരു വേഷമുണ്ട്, ആ വേഷത്തെ നമ്മൾ സ്വീകരിക്കണം. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഏത് സമയത്താണെങ്കിലും. ഈ ആളെ കണ്ടാൽ വേഷങ്ങളെ കൊണ്ട്, വേഷം സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ്റെ വേഷം അവൻ്റെ സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിലും എല്ലാ വേഷങ്ങളും സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ് എന്നാണ്. വളരെ ടൈറ്റായിട്ട് ഉള്ള പാൻറ്റ് ഒക്കെ ലാമിനേഷൻ ചെയ്ത് ചന്തിയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ പാൻറ്റ് ശരിക്ക് നമ്മളെ ഇന്ത്യയിൽ സ്ത്രീകളാണ് വേശ്യാവൃത്തിയിൽ കൂടുതലുള്ളതെന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യക്ക് പുറത്ത് പുരുഷന്മാരാണത്ര വേശ്യാവൃത്തിയിൽ കൂടുതലുള്ളത്. പുരുഷ വേശ്യകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള അടയാളമായിട്ടാണ് ലാമിനേഷൻ ചെയ്ത പാൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വേഷവും ഓരോ സംസ്കാരത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഓൻ്റെ കോലം കണ്ടാൽ അറിയാം ഓ എങ്ങനെ ഉണ്ടാവുന്നു, ഓനായിട്ട് പെരുമാറാൻ പറ്റുമോ, ഇടപാട് നടത്താൻ പറ്റുമോ, നല്ലവനാണോ ആകാത്തവനാണെന്ന് കോലം കണ്ടാൽ അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഉലമാക്കളുടെ സിയ്യ്, ഉലമാക്കളുടെ വേഷം, ഉലമാക്കളുടെ നടത്തം, ഉലമാക്കളുടെ ഇരുത്തം, ഉലമാഇൻ്റെ പെരുമാറ്റം, ഉലമാഇൻ്റെ ആഢ്യത്വം, ഉലമാഇൻ്റെ താഴ്മ, ഇതെല്ലാം സ്വീകരിക്കണം. ഒക്കെ പാരമ്പര്യമായി ഉസ്താദന്മാരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള രീതി അനുകരിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകണം. ഇതാണ്. സമയത്തിന് വില നൽകണം. അതാണ് മൂന്നാമത്തെ കാര്യം. സമയത്തിന് വില നൽകുക പറഞ്ഞാലേ ഒരിക്കലും കഴിഞ്ഞു പോയ ഒരു സെക്കൻഡ് നമുക്ക് മടക്കി കിട്ടൂല. പോയത് തന്നെയാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിലെ ഓരോ സെക്കൻഡിനെയും ഉപയോഗപ്പെടുത്താനും മുതലാക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുണപ്രദമായിരിക്കണം, ഗുണത്തിന് വേണ്ടിയായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നല്ല ആളുകളോട് സഹവസിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സമയങ്ങളിൽ
ഒരുപാട് പല പണികളും നോക്കി പല പരീക്ഷണങ്ങളും നടത്തിയിട്ട് അവസാനം ഓതാൻ പോയ കുട്ടി നല്ല മുത്താലിമായി നല്ല മൂല്യരായി എല്ലാവരും അംഗീകാരമുള്ള നിലയിൽ മടങ്ങി വരുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ടെന്നാണ്. ഒന്ന്, സ്വാലിഹീങ്ങളായ ആളുകളുമായുള്ള സഹവാസം ഉണ്ടാവും. സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നിക്കരിച്ചണം, നോൽമ്പ് വെൽക്കണം, പഠിച്ചോനെ സ്വർഗത്ത് പോകണല്ലോ, ഖബറിലെ അദാബ് ഒഴിവായി കിട്ടണമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ പള്ളിക്കുണ്ടാവും. നമ്മൾ പറയും ഓപ്പോൾ കുയ്യക്ക് കാല് കിട്ടാൻ തുടങ്ങിയപ്പോൾ നിക്കരിച്ചാൻ തുടങ്ങിയെന്ന്. എന്നാലും തുടങ്ങിയല്ലോ, നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. വൈകിട്ടാണെങ്കിലും തീരുമാനിച്ചാൽ നേരാവുപോയി. ഓൻ വൈകിട്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ, തീരുമാനത്തോടു കൂടെ അവൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്വാലിഹീങ്ങളായ കുറേ ആൾക്കാരുടെ സഹവാസം കിട്ടുമെന്നതാണ് 3 കൊല്ലം കൊണ്ട് 4 കൊല്ലം കൊണ്ട് മുത്താലിമിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാരണം, ആളുകൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നതാണ്. നിർബന്ധിച്ചും കീർത്തിച്ചും ഇല്ലെങ്കിൽ മഹലിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടൊന്നുള്ള ഭക്ഷണം കഴിക്കരുത് എന്നാണ്. ഇപ്പോൾ പഴയ കാലത്തെയും പുതിയ കാലത്തെയും അപേക്ഷിച്ച് ഉലമാക്കളിലും മുത്താലിമീങ്ങളിലും ഉണ്ടായ മാറ്റത്തിന് ഭക്ഷണം ഒരു കാരണമായിട്ടുണ്ട് എന്നാണ്. മുൻഗാമികളായ മുദരിസുമാർക്കൊക്കെ ഒരു മഹലിൽ ചെന്നാൽ ഭക്ഷണം കൊണ്ടുവരാൻ എണ്ണപ്പെട്ട വീടുകളാണ് ഉണ്ടാകുക. നല്ല കൃഷിയുള്ള ആൾക്കാർ, അവർക്ക് കൃഷി കഴിഞ്ഞ് കൊയ്ത് മെതിച്ച് നെല്ലാക്കിയാൽ ഒരു കൊല്ലം ചോറ് കഴിക്കാനുള്ള നെല്ല് 10,000 കയറ്റും. ബാക്കിയുള്ളത് വിറ്റാൽ ഉണക്കൽ മീനും മുളകും ഉപ്പും വാങ്ങാനുള്ള കായുണ്ടാവും. ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ ഒരു പള്ളിപ്പണിക്കൊരു 100 റുപ്യ വേണമെന്ന് പറഞ്ഞാൽ സംഭാവന കൊടുക്കാൻ ഓരോരുത്തർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാത്ത സഹയ്യ്, ഭക്ഷണം കൊടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറുള്ള ധർമ്മിഷ്ഠന്മാരുടെ വീടുകളിൽ നിന്ന് മാത്രമാണ് മുൻഗാമികളായ ഉസ്താദന്മാർക്ക്, ഖത്തീബന്മാർക്ക്, മുദരീസിമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെയാണ് ഇപ്പോൾ കമ്മിറ്റിയിലുള്ളത്. ആൾക്കാർ ഇന്നൊക്കെ പിടിച്ചുകൊണ്ട് കമ്മിറ്റിയിലയക്കാം. കമ്മിറ്റിയിലാക്കി ആദ്യത്തെ കമ്മിറ്റി മീറ്റിങ്ങിൽ തന്നെ തീരുമാനമെടുത്തു, മഹല്ലിലെ എല്ലാ വീട്ടിലും ചെലവ് വേണം, അല്ലാത്തവർ ഈ മഹല്ലിൽ നിൽക്കും വേണ്ട, മരിച്ച പള്ളിക്കൊക്കെ കൊണ്ടുവരും വേണ്ട എന്ന് തീരുമാനിച്ചാൽ എന്താ ഉണ്ടാവുക? പണ്ടാറടക്കാൻ ഇനിയിപ്പോൾ പള്ളിക്കൽ ഉസ്താദിൻ്റെ ചിലവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും. അത് തിന്നാൽ പണ്ടാറടക്കും. അതന്നെ സംഗതി. ഒരു മുത്താലിം മൊബൈൽ കട്ടു എന്ന് പറഞ്ഞു കേട്ടാൽ ആദ്യം ചോദിക്കണം, ഓൻ എവിടെ ചിലവ്? ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് ശരിക്കത്. നന്നാകണേൻ്റെ കാര്യം ഭക്ഷണമാണ്, കേടുവരുന്നതിൻ്റെ കാര്യം ഭക്ഷണമാണ്. ഹലാലും തയ്യുമായ മനസ്സംതൃപ്തിയുള്ള ഭക്ഷണമേ കഴിക്കാവൂ. സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ്. ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണം അത്രയും കഴിക്കാം. മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് കൊടുക്കുന്ന ഭക്ഷണം, അതിൽ ശിഫയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഭക്ഷണമല്ല, മരുന്നാണ്. അതുകൊണ്ട് ധാരാളമായി കഴിക്കാമെന്നാണ്. അപ്പോൾ മുത്താലിമീങ്ങൾക്ക്, ആലിമീങ്ങൾക്ക് ഈ മാറ്റമുണ്ടാകുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളാണ്. ഒന്ന്, സ്വാലിഹീങ്ങളുമായുള്ള സഹവാസമാണ്. 2, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സമയത്തെ മുതലാക്കാൻ വേണ്ടി പറ്റണം. മറ്റൊരു കാര്യം, അദബുകൾ പാലിക്കണമെന്നതാണ്. ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട അദബ്.